നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്കെങ്ങനെ കൂടുതൽ പോസിറ്റീവ് ആകാം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ പോസിറ്റീവ് ആകാൻ വേണ്ടി നമ്മൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ നെഗറ്റീവ് എങ്ങനെയാകും, നമ്മൾ അധികം പാപം ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പാപം എന്താണ് ചെയ്തത് എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മൾ വലിയ പാപം എന്ന് നമ്മൾ എല്ലാവരും കരുതുന്ന കാര്യം ഒന്ന് ലഹരിക്കടിമ, വ്യഭിചാരം, മോഷണം, കൊലപാതകം, ഇങ്ങനെയൊക്കെയുള്ള ഇത്തിരി വലിയ കാര്യങ്ങളിലോട്ടാണ് നമ്മൾ ഈ പാപം എന്ന് കണ്ട് വിശ്വസിക്കുന്നത്. അതൊക്കെ വലിയ പാപങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പാപങ്ങളല്ല നമ്മളെ കൂടുതൽ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ചില രഹസ്യമുണ്ട്, മർമ്മമുണ്ട്, പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ അളവ് ഒരു 50 അല്ലെ ഒരു 100 എന്ന് വെച്ചു. നമ്മളിപ്പോൾ ഒരാൾക്കൊരു ദോഷം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു നാശം ചെയ്യുന്നു, അത് നമ്മൾ അതിന്റെ അളവ് ഒരു 50 ആണെന്ന് വെച്ചോ. 50 എന്ന് വെച്ചാൽ ഒരു ഉദ്ദേശ കണക്കാണ്. നമ്മൾ വീട്ടിലൊക്കെ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയും. നിസ്സാര കാര്യത്തിനൊക്കെ ചെറിയ കള്ളങ്ങൾ പറയും. ഓഫീസിൽ ചെറിയ കള്ളങ്ങൾ പറയും. ഇത്തിരി തിരിമറികളൊക്കെ ചെയ്യും. ഇങ്ങനെ നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ ജോലി സംബന്ധമായി ചെയ്യും. വീട്ടില് കുട്ടികൾ പഠിക്കാതിരിക്കുമ്പോഴെല്ലാം അവരെ അനാവശ്യമായി ചീത്ത പറയുകയും തെറി പറയുകയൊക്കെ ചെയ്യും. ഭർത്താവ് എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഭർത്താവിനെ വല്ല അനാവശ്യമൊക്കെ വിളിച്ച് പറയും. അല്ലെങ്കിൽ തിരിച്ച് ഭാര്യയെ എടുത്ത് ആ ഭർത്താവ് തിരിച്ച് ഇങ്ങോട്ട് വല്ല അനാവശ്യങ്ങൾ പറയും. ഇതിനെല്ലാം ഒരളവ്, ഒരു നെഗറ്റീവ് ശക്തി വരുന്നതിന് ഒരു അളവ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ നമുക്ക് 100 അതിലൂടെ വരുന്ന ഒരു അളവെങ്കിൽ, നമ്മൾ വീടുകളിൽ ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ അളവ് ചിലപ്പോൾ 5 10 ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മളത് ചെറിയതല്ലേ അല്ലെങ്കിൽ നിസ്സാരമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ കളയും. പക്ഷേ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ജീവിതത്തിലൊരിക്കൽ ഒരു 100% ഒരു പാപം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്ത് നെഗറ്റീവ് വരുന്നതിനെക്കാളിലും എത്രയോ മടങ്ങാണ് ഡെയിലി അല്പ നെഗറ്റീവ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. നമ്മൾ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന ഒരു വലിയ നെഗറ്റീവിനെക്കാളും ഒരുപാട് നെഗറ്റീവ് ശക്തികൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ ഡെയിലി അപ്പോഴപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ശക്തികളിലൂടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് നെഗറ്റീവിന്റെ അളവ് നോക്കുമ്പോൾ ഒരു വർഷത്തിൽ ചിലപ്പോൾ 1000 2000 ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും നമ്മൾ വലിയ പാപം ചെയ്യുന്നില്ലല്ലോ, നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ദിവസവും വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, ആ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിലൂടെ ദിവസവും നമുക്ക് അല്പ കയറി വരികയാണ്. ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒരു ലെവലാകുമ്പോൾ അത് ഭയങ്കരമായ രീതിയിൽ അത് കയറി വരും. അപ്പോഴാണ് നമുക്ക് ഒരു അപകടമോ അല്ലെങ്കിൽ വലിയൊരു ധനനഷ്ടമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വലുത് സംഭവിക്കുന്നത്. ഒരു ലെവൽ കഴിയുമ്പോൾ പിന്നെ നമുക്കതിനെ ദൈവം അല്ലെങ്കിൽ ആ ശക്തികൾ അതിന് ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. പക്ഷെ ഈ കയറി വരുന്ന സമയത്ത് എല്ലാം അതിന്റെ ഫലം വരില്ല. അതിനൊരു സമയമുണ്ട്. ആ സമയം ആകുമ്പോഴേ അതിന്റെ ഒരു ഫലം വരുള്ളൂ. ഇപ്പൊ നമ്മളൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഒഴിച്ചൊഴിച്ച് നിറയുമ്പോഴാണ് അത് കവിഞ്ഞ് ഒഴുകി പോണത്. അതുപോലെ ആ തിന്മ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തി അതിന് നിൽക്കുന്ന ഒരു ലെവലുണ്ട്. ആ ലെവലിന് അപ്പുറത്തോട്ട് അത് വളർന്ന് കഴിയുമ്പോഴാണ് നമ്മളങ്ങ് വീണ് പോണത്. അപ്പൊ നമ്മൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് പതുക്കെ ആക്കി വരാൻ പറ്റും. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് അധികം ഉണ്ടാക്കിയില്ലെങ്കിലും നെഗറ്റീവ് ഉണ്ടാക്കാതിരുന്നാൽ മതി. ഒന്നുകിൽ അങ്ങ് മിണ്ടാതെ, അതിനാണ് ഈ പണ്ടുള്ള ചില ആൾക്കാരൊക്കെ ദൈവികമായ രീതിയിലൊക്കെ വന്നു കഴിയുമ്പോൾ വെറുതെ നമ്മൾ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന നെഗറ്റീവുകൾ സാഹചര്യത്താൽ എന്തിനെ വെറുതെ വലിച്ചു കയറ്റുന്നു എന്ന് മനസ്സിലാക്കിയാണ് അവർ വല്ല കാട്ടിലോ എവിടെയെങ്കിലൊക്കെ പോയി ആരുടെ മിണ്ടാതെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് ശരിക്കും ഒരു ഭീരുത്വമാണ്. അങ്ങനെ നമ്മൾ ഒളിച്ചോടിയല്ല പോയി ചെയ്യേണ്ടത്. നമ്മൾ സമൂഹത്തിൽ നിൽക്കണം. എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അവിടെ നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ ജയിച്ച് കാണിക്കണം. അങ്ങനെ അതാണ് എന്റെ ശരി. അല്ലാതെ പേടിച്ചോടി അതാർക്കും പറ്റും. ഇപ്പൊ എല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും വല്ല ഹിമാലയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിലോ ഒക്കെ പോയി ദൈവമേ എന്ന് മാത്രം വിളിച്ചവിടെ ഇരുന്നാൽ അത് ഓക്കെ. പക്ഷെ നമ്മൾ ജയിച്ച് കാണിക്കേണ്ട പല മേഖലകളും നമ്മൾ അപ്പോൾ ജയിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം അതല്ല വേണ്ടത് എന്ന് എന്നോട് ദൈവം പറയുന്നത്. കാരണം നമ്മുടെ സിറ്റുവേഷനിലൂടെ തന്നെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ജയിച്ച് കാണിക്കണം. അതാണ്, അങ്ങനെ ജയിക്കുന്നതിന് മാത്രമേ ആ മോക്ഷം അല്ലെങ്കിൽ ആ മുക്തി അല്ലെങ്കിൽ ആ ബൈബിളിൽ പറയുന്ന നിത്യത ലഭിക്കുകയുള്ളൂ. അപ്പം പല ഭാഗത്തുനിന്നും നമ്മളെ തിന്മയിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രലോഭനങ്ങളും സാഹചര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതെല്ലാം നമ്മൾ ബുദ്ധിപരമായി ജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും.
നമുക്ക് ദൈവം ബുദ്ധിയും കാര്യങ്ങളും തന്നിരിക്കുന്നത് എങ്ങനെ ഓരോ കാര്യങ്ങൾ നേടാം എന്നതിന് വേണ്ടി മാത്രം. അതല്ല ദൈവം നമുക്ക് തന്ന ബുദ്ധി. ദൈവിക കാര്യങ്ങളും ദൈവിക നിയമങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളും ഇതിൽ നിന്നെല്ലാം ബുദ്ധിപരമായി നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ട് നമുക്ക് മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് പോകാം, അതാണ് ദൈവം. അതിനും കൂടെ ചേർത്താണ് ദൈവം നമുക്ക് ബുദ്ധി തന്നേക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം കിട്ടി, ഇങ്ങനെ ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് കിട്ടിയെന്ന് വെച്ചോ, ആ ഇഷ്ടം നമുക്കത് എങ്ങനെ നിവർത്തിച്ച് കാണിക്കാം. കാരണം വീട്ടിലെ സാഹചര്യത്തിന് നേരെ എതിരായിരിക്കും, ജോലി സ്ഥലത്തുള്ളത് എതിരായിരിക്കും, ചിലപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നമുക്ക് എതിരായിരിക്കും. അപ്പൊ അങ്ങനെ എതിരെ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ നമുക്ക് ദൈവം തന്ന ബുദ്ധി വെച്ച് നമുക്ക് പോസിറ്റീവ് ആയി പോവുകയും ചെയ്യണം. എന്നാൽ ഇവരാരും നമ്മളെ ഉപേക്ഷിക്കാനും പാടില്ല, അല്ലെങ്കിൽ ഇവർക്ക് മുമ്പിൽ നമ്മൾ വെറുപ്പാകാനും പാടില്ല. അപ്പൊ അവിടെ ബുദ്ധി ഉപയോഗിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ദൈവം നമുക്ക് ബുദ്ധി തന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കി വരേണ്ട പല കാര്യങ്ങളും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതീവമായി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നിസ്സാരമെന്ന് വിചാരിച്ച് നമ്മൾ ജീവിത ശൈലിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഫ്രണ്ട്സുകൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അളിയാ എടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ തെറി അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ പറഞ്ഞാണ് സംബോധന ചെയ്യുന്നത്. മിക്ക ഫ്രണ്ട്സും അങ്ങനെ തന്നെ. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പതുക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം എന്നെ കണ്ട ഉടനെ ആളിയാ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് രണ്ട് തെറി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേൾക്കുന്ന എനിക്കും നെഗറ്റീവാണ്, വരുന്ന അവർക്കും നെഗറ്റീവാണ്. അപ്പൊ ഞാനിത് അവരുടെ അടുത്ത് പറയും, ഇനി ചീത്ത പറയുന്നത് എനിക്ക് ശരിയാവൂല, ശരിയല്ല എന്ന് പറയുമ്പോഴും അവരത് വിശ്വസിക്കുകയില്ല. അവരവരുടെ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യുമ്പോൾ എനിക്ക് എന്റെ ഭാഗം നോക്കണ്ടേ. അപ്പൊ ജസ്റ്റ് ഞാൻ അവരെ കാണുക, ഒന്ന് ഫോൺ ചെയ്യുകയും ചെയ്തിട്ട് പതുക്കെ മാറിക്കളയും. അല്ല, കൂടുതൽ ഇടപഴകാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത തെറി കഥകളായിരിക്കും അടുത്ത അവരിലൂടെ വരുന്നത്. കാരണം അത് അവരുടെ രീതിയാണ്. ചിലപ്പോൾ ഒരാളെ കുറിച്ച് പറയുന്നത് മറ്റേ ആ ചുരുത്തെറി അവനെ നീ അറിഞ്ഞ എന്ന് പറഞ്ഞായിരിക്കും അടുത്ത കഥ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിത്യേന നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിലൂടെ എല്ലാം അല്പ നെഗറ്റീവ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദിവസവും അല്ലെങ്കിൽ ഒരു മാസമാകുമ്പോൾ എത്ര അളവായി ശരിക്കും പറഞ്ഞാൽ ഒരാളെ എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഒരു ചീത്ത വിളിച്ച് അവനെ അങ്ങ് എല്ലാം നശിപ്പിച്ച് ഒരു പ്രാഗി ഇതൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും നെഗറ്റീവ് എനർജി നമ്മുടെ ഈ ഫ്രണ്ട്സ് വഴി തന്നെ ചിലപ്പോൾ ദിവസവും അല്പം കിട്ടിക്കൊണ്ടിരിക്കും. അല്ല, നമ്മുടെ വായിൽ നിന്ന് പറയുന്നത് വെച്ചിട്ട് അല്പം കയറിക്കൊണ്ടിരിക്കും. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റീവിലോട്ട് പോകാനും ഒരുപാട് നെഗറ്റീവ് നമ്മളിലേക്ക് വരുന്നതിനെ ഒഴിവാക്കാനും പറ്റും. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പൊ ധ്യാനിക്കാനും അമ്പലത്തിലും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോയി കോൺസെൻട്രേറ്റ് ചെയ്ത് മണിക്കൂറുകളൊക്കെ നിന്ന് ശക്തിയൊക്കെ ആർജിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അവരത് ആർജിക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ ആത്മബലം ഇപ്പൊ ഒരു 50 ആണെന്ന് ഒരു കണക്ക് വെച്ചോ. അവരിപ്പോ രാവിലെ വെളുപ്പമാരെ വരെ 3:30 മണി 4 മണിക്ക് കഴിച്ച് പ്രാർത്ഥിച്ച് അവസാനം ഏതെങ്കിലും ആരാധനാ സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് 7-8 മണിക്കൊക്കെ വീട്ടിൽ വന്ന് ജോലിക്കൊക്കെ പോകുമ്പോൾ അവരിലുണ്ടായിരുന്ന ആത്മാവിന്റെ ശക്തി 50 എന്നുള്ളത് ചിലപ്പോൾ 55-ഓ 60-ഓ രാവിലെ ആക്കിയിട്ടായിരിക്കും അവർ ജോലി സ്ഥലത്ത് പോകുന്നത്. പക്ഷെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം വെച്ചിട്ടും അവിടുത്തെ ഫ്രണ്ട്സുമായിട്ട് ഇടപെട്ടിട്ടും അവിടുത്തെ രീതി വെച്ചിട്ടും അല്പം അവർ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നു. ഈ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് പിറ്റേ ദിവസം രാത്രി വീട്ടിൽ വന്ന് ഉറങ്ങുമ്പോഴേക്കും അവരുടെ ആത്മബലം പിന്നെയും ഈ 50-ലോട്ട് പോകുന്നു. കാരണം കയറി വന്ന പോസിറ്റീവ് അത്രയും ചോർന്നുപോയി, അതിന് പകരം നെഗറ്റീവ് ആണ് പിന്നെയും 50. പിറ്റേ ദിവസം രാവിലെ ഇത് തന്നെ ധ്യാനവും അതുപോലെ ഇത് തന്നെ ചെയ്യും. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ആ ഒരു ദിവസം ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് ഇതിനെ പിന്നെയും നഷ്ടപ്പെടുത്തുന്നു. ഇങ്ങനെ കയറ്റുന്നു, നഷ്ടപ്പെടുത്തുന്നു. ഇങ്ങനെ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിക്ക് അവർ വിചാരിക്കും, 1 വർഷമായി ഞാൻ ഈ മെഡിറ്റേഷനും ധ്യാനവും ഒക്കെ ചെയ്യുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഒരു ഫലവും തരുന്നില്ല, ദൈവം എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ദൈവത്തിന്റെ കണ്ണ് തുറക്കുന്നില്ലേ. ഈ ശരിക്കും പറഞ്ഞാൽ കുറ്റം ആരുടെ ഭാഗത്ത്? നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആകുന്നതനുസരിച്ച് സാഹചര്യങ്ങൾ പോസിറ്റീവായി വരാനുള്ള ഒരു പ്രോഗ്രാം ദൈവം ഭൂമിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് കേട്ട അപ്പം അങ്ങനല്ല. ഇതിന്റെ പിന്നിൽ ഇതൊക്കെ നോക്കി നമ്മൾ നിമിത്തങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുതന്ന് തരാനായിട്ട് ചില ശക്തികളെ ദൈവം തന്നെ വെച്ചിട്ടുണ്ട്. അവരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മളിൽ എത്ര പോസിറ്റീവ് കയറുന്നു അതനുസരിച്ച് നമ്മുടെ പോസിറ്റീവ് സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരികയുള്ളൂ. നമ്മൾ രാവിലെ പോസിറ്റീവ് കയറ്റും, രാത്രിയാകുമ്പോൾ പഴയതുപോലെ നെഗറ്റീവായി പിന്നെയും വരും. രാവിലെ പിന്നെയും പോസിറ്റീവ് കയറ്റും, വൈകുന്നേരം രാത്രിയാകുമ്പോൾ നെഗറ്റീവായിട്ട് കിടന്നുറങ്ങും. ഇതാണ് മിക്കയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പറയുന്ന പ്രധാന കാര്യം, വലിയ പാപത്തിലേക്ക് പോയി വലിയ നെഗറ്റീവ് ആകുന്നതിനേക്കാളിലും ഒരുപാട് നെഗറ്റീവ്സ് ദിനംപ്രതി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഉണ്ട്. അത് ഇതിനെക്കാട്ടിയും വലിയ അളവാണെന്നുള്ള സത്യം തിരിച്ചറിയണം. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, ബാക്കി അടുത്തത്.